ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. യെസ് നന്ദിനി, ചെക്കിൽ ഒപ്പിടില്ലാന്ന് പറഞ്ഞ് വാശി പിടിച്ച പത്മ മേഡം പൂച്ചക്കുട്ടിയെ പോലെ വന്ന് ഒപ്പിട്ട് തന്നത് കണ്ടോ താൻ? അതെന്റെ വിജയമല്ലേ, അത് ഞാൻ ആഘോഷിക്കണ്ടേ? അത് സാറിന്റെ വിജയമാണെന്ന് ആരാ പറഞ്ഞേ? അല്ലാതെ പിന്നെ തെറ്റാ സർ. സാർ ജയിച്ചിട്ടില്ല, ജയിച്ചത് സാറിന്റെ അമ്മയാ. അത് കൊള്ളാലോ. ഇതിനിടയിൽ എപ്പോഴാ ശ്രീമതി പത്മാമഠം ജയിച്ചത്? കേക്കട്ടെ, പറയടോ, പറ. വീട് വാങ്ങിക്കാൻ സാറിന്റെ കൂടെ വന്നവര് വേഷം കെട്ടി വന്നവരല്ലേ? വേഷം കെട്ടി വന്നവരോ? അതെ സർ. ആ വന്നവരുടെ കൂട്ടത്തില് എനിക്ക് നല്ല പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേര് വിവേക് എന്ന. എന്തിനായിരുന്നു സാർ ഇതൊക്കെ? സ്വന്തം കുടുംബത്തിനെ പേടിപ്പിക്കാനോ? സാർ, എനിക്ക് വിവേകിനെ തിരിച്ചറിയാൻ പറ്റിയെങ്കിൽ അത് സാറിന്റെ അമ്മയ്ക്ക് കഴിഞ്ഞില്ലെന്നാണോ സാർ കരുതിയിരിക്കുന്നത്? അങ്ങനെ അമ്മ പറഞ്ഞോ? പത്മ മാഡം അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ എനിക്കറിയാം. മാഡം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒപ്പിട്ട് തന്നത് എത്ര ബഹളം വെക്കുന്ന ആളായാലും പത്മ മാഡം ഈ കുടുംബത്തിനെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുന്ന ആളായതുകൊണ്ടാ. അതെ സർ, ഈ വീടിനെ സാറിന്റെ അമ്മ അത്രയും സ്നേഹിക്കുന്നുണ്ട്. അവരത്രയ്ക്ക് കഷ്ടപ്പെട്ട് വെച്ച വീടല്ലേ, വിട്ടുകൊടുക്കാൻ തോന്നില്ല സർ. ഒരു നിമിഷം സാറിന്റെ മുന്നിൽ തോറ്റുപോയാലും സ്വന്തം കുടുംബം തോൽക്കരുതെന്നേ ആ അമ്മ ചിന്തിച്ചുള്ളൂ. അത്രയുള്ളൂ സർ. സാറിന്റെ ഭാഗത്തുനിന്ന് മാത്രം ചിന്തിക്കുമ്പോ സാറിനതൊക്കെ വലിയ കാര്യമായിട്ട് തോന്നും. ഏത് കാര്യത്തിലും സാറിന്റെ അച്ഛന്റെ അഭിപ്രായം ചോദിക്കാറില്ലേ? വീട് വിൽക്കുന്ന കാര്യത്തിൽ ചോദിച്ചോ? ചോദിച്ച യതീന്ദ്രൻ സാർ സമ്മതിച്ചു തരുമോ? ഇല്ല സർ. സ്വന്തം അധ്വാനം കൊണ്ട് കെട്ടിപ്പൊക്കുന്ന വീട് കല്ലും മണ്ണും കൊണ്ട് മാത്രം കെട്ടിപ്പൊക്കുന്നതല്ല, കുറെ സ്വപ്നങ്ങളും കൂടി കൂട്ടിക്കുഴച്ചുണ്ടാക്കുന്ന. അതങ്ങനെ വിട്ടുതരാൻ ആർക്കും പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇക്കാര്യത്തിൽ സാറ് ജയിച്ചില്ല, ജയിച്ചത് പത്മ മാഡം മാത്രമാണ്. മനുഷ്യന്റെ മൂഡ് നശിപ്പിക്കാൻ വേണ്ടിട്ട് ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം സർ. വാശിയും വൈരോഗ്യമൊക്കെ ഒരു വഴിക്ക് നടക്കട്ടെ. അതിനപ്പുറത്തെ സ്വന്തം കുടുംബം, അമ്മ, അച്ഛൻ, ചേച്ചി, അനുജത്തി, അവരെ കുറിച്ചൊക്കെ സാർ ചിന്തിക്കണം. എതിർത്ത് തോൽപ്പിക്കാൻ മാത്രല്ല സർ, ചിലപ്പോഴൊക്കെ സ്നേഹിച്ച് തോൽപ്പിക്കാനും പറ്റണം. ഇല്ലെങ്കിൽ അതിന് ശ്രമിക്കണം. നന്ദിനി, താൻ എന്നെ കൊണ്ട് വെറുതെ വീണ്ടും കുടിപ്പിക്കരുത്. സാറ് കുടിച്ചോ? പക്ഷെ എത്ര കുടിച്ചാലും ഇതിന്റെ ഒരു പൊള്ളലുണ്ടല്ലോ, അത് സാറിന്റെ മനസ്സിൽ നിന്ന് പോവില്ല. സാറ് നല്ലവനാ സർ, പക്ഷെ വാശി തീർക്കാൻ വേണ്ടി സാറ് ചെയ്യുന്ന കാര്യങ്ങള് അത് നല്ലതായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ കുറെ നാള് കഴിയുമ്പോ സാറതിന്റെ പേരിൽ വിഷമിക്കും. നന്ദിനി, നന്ദിനി, ഇതാരാ ഇയാളെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്? ആരായാലും മോശമായിപ്പോയി. ആര് പറഞ്ഞയച്ചാലും ശരി, ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ കാര്യത്തിൽ ഒരു സംശയമില്ല. ഐ വിൽ സെലിബ്രേറ്റ് ദാറ്റ്. അവന്റെ ജീവിതം അവൻ സ്വയം തല്ലി തകർത്തു. ഇനി ഇന്ദ്രജയുടെ കുടുംബ ജീവിതം കൂടി തകർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങള്? ആര്? ഞാനോ? ഓ, ഞാൻ മറന്നുപോയി. ഞാൻ ഈ കൊട്ടാരത്തിലെ രാജഗുരു ആണല്ലോ. തമ്മി തലിച്ച് ആനന്ദം കണ്ടെത്തുന്ന രാജഗുരു അല്ലേ? വിജയ് ഈ കുടുംബത്തിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഒരുത്തനാ. അവനെയാ ഇത്രയധികം കുടിപ്പിച്ചോണ്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല അല്ലേ? വേഷം കെട്ടിച്ച് കാറിന്റെ ഡിക്കിയിൽ വിജയനെ അങ്ങോട്ട് അയക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അത് ഞാൻ ചെയ്തല്ല. ആര് ചെയ്താലും ശരി, അത് ശരിയാണെന്നുള്ളവർക്കുള്ള മറുപടിയാ ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. അങ്ങനെ കരുതിയാ മതി.
ഓക്കെ, ഞാൻ നിങ്ങളോട് ഇപ്പൊ ഒരു കാര്യം പറയാം. അത് നിങ്ങൾ സൂര്യയോട് സംസാരിക്കേണ്ട കാര്യം. എന്താ? നന്ദിനിയുടെ കയ്യിൽ നിന്നും അവൻ ആ സൈനിങ് പവർ തിരികെ വാങ്ങണം. ഞാനിത് നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നത്. ഡേ, ഞാൻ മറ്റൊന്നും ചെയ്തു പോകാതിരിക്കാനാ പറയുന്നത്. നാളെ തന്നെ അവൻ ആ സൈനിങ് പവർ അവളിൽ നിന്നും തിരികെ വാങ്ങണം. ഇക്കാര്യത്തിൽ ഞാൻ സൂര്യയോട് സംസാരിച്ചിട്ട് പ്രയോജനം ഉണ്ടാവില്ല. ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾ വാശി പിടിച്ച് അവനെ കൊണ്ട് ചെയ്യിക്കണം. എന്നിട്ട് പറഞ്ഞു കൊടുക്കണം, ഈ കാര്യം അവന് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പലതും അവൻ സഹിക്കേണ്ടി വരുമെന്ന്. നമുക്ക് നേരിട്ട് സൂര്യയോട് സംസാരിക്കാം. താൻ വാ. ഞാനൊന്നുമില്ല. എനിക്ക് അവന്റെ കാല് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആഹാ, അപ്പൊ എനിക്കാവാ അല്ലേ? ഡേ, ഞാൻ നിങ്ങളോട് അവസാനമായിട്ട് ചോദിക്കാം, ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്ന്. അതറിഞ്ഞിട്ട് വേണം ഞാൻ മനസ്സിലെടുത്ത് വെച്ചിരിക്കുന്ന തീരുമാനം എനിക്ക് ഉറപ്പിക്കാൻ. സൂര്യയോട് എനിക്കത് പറയാൻ പറ്റില്ല. പിന്നെ പേഴ്സണലി നമ്മുടെ മരുമകളായ നന്ദിനി കമ്പനി ചെക്കുകൾ ഒപ്പിടുന്നതിൽ ഞാനൊരു കുറവും കാണുന്നുമില്ല. സൂര്യയുടെ ഭാര്യ എന്ന നിലയ്ക്ക് അവൾക്കത് ഒപ്പിടാൻ 100% യോഗ്യതയുണ്ട്. താനത് അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ സോ ഇക്കാര്യത്തിൽ ഇനിയൊരു മാറ്റമില്ല അല്ലേ? ഉണ്ടാവാൻ സാധ്യതയില്ല പത്മ. ഓക്കെ, നാളെ എന്റെ തീരുമാനം അറിയുമ്പോൾ അവസാന നിമിഷം ഒന്ന് ശ്രമിച്ചു നോക്കിയില്ലല്ലോ എന്നൊരു സങ്കടം നിങ്ങൾ പറയരുത്. അതിന് വേണ്ടിയിട്ടാ ഞാൻ ഈ പറയുന്നത്. അല്ല, കുറെ നേരമായി താൻ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ, നാളെ എന്തോ വൻ സംഭവം നടക്കാൻ പോവുകയാണെന്ന്. ആക്ച്വലി എന്താ സംഭവം? നിങ്ങൾ ഒരു രാത്രി കൂടെ ക്ഷമിക്കുക. നാളെ രാവിലെ ഞാൻ ബോധ്യപ്പെടുത്തി തരാം. കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായില്ലേ? പത്മ തോറ്റു നിൽക്കുന്നത് അധികമൊന്നും കണ്ടിട്ടില്ലല്ലോ നിങ്ങള്. ഇതിൽ തോൽക്കണ്ടെന്ന് തന്നെയാ എന്റെ തീരുമാനം.